കൊണ്ടക്കിങ്കിണി ജാലകോലാഹലഡ്യം ലസൽപീതവാസോവസാനം ചലന്തം യശോദാംഗണേ യോഗിനാമപ്യഗമ്യം ഭജേഹം മുകുന്ദം ഘനശ്യാമവർണം. എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസുകളിൽ സൂര്യാദി ബുധപര്യന്തം ഗ്രഹങ്ങളുടെ പൂർണ്ണമായ ഭാവഫലത്തെ പറയപ്പെട്ടതിനു ശേഷം 9ാം ഭാവം വരെയുള്ള വ്യാഴത്തിന്റെ ഭാവഫലവും പറയപ്പെട്ടു. അതിന്റെ തുടർച്ചയായി ഇന്ന് 10ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ അനുഭവിക്കേണ്ട ഫലവിഷയത്തെ പറയുന്നു. ഗുരൗ കർമ്മകേ മന്ദിരം ചിത്രശാലം പിതുഃ പൂർവജേഭ്യോ വിതേജോപികത്വം ന തുഷ്ടോ ഭവേൽ ശർമ്മണാ പുത്രഗാനാം പജേൽ പ്രത്യഹം പ്രസ്ഥ സാമുദ്രമന്നം. ഒന്നുകൂടി ചെല്ലാം. ഗുരു കർമ്മകേ മന്ദിരം ചിത്രശാലം പിതുഃ പൂർവജേഭ്യോ വിതേജോപികത്വം ന തുഷ്ടോ ഭവേൽ ശർമ്മണാ പുത്രഗാനാം പജേൽ പ്രത്യഹം പ്രസ്ഥ സാമുദ്രമന്നം. ഗുരൗ കർമ്മകേ, കർമ്മം എന്ന് പറഞ്ഞാൽ 10ാം ഭാവം, ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം. കർമ്മകേ ഗുരു, കർമ്മഭാവത്തിൽ വ്യാഴം നിന്നാൽ എന്നർത്ഥം. അതായത് 10ാമത്തെ രാശിയിൽ വ്യാഴം നിന്നാലുള്ളതായ ഫലവിഷയങ്ങളാണ് പറയപ്പെടുന്നത് എന്ന് ഈ വരിയിൽ നിന്ന് വ്യക്തമാകുന്നു. മന്ദിരം ചിത്രശാലം, ചിത്രശാലകളോട് കൂടിയ മന്ദിരത്തെ പണിയാനുള്ളതായ യോഗമുണ്ടാകും എന്നർത്ഥം. 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതായ വ്യക്തിക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു ഗൃഹമുണ്ടാകുമെന്നും ആ ഗൃഹം ചിത്രഭംഗികൾ കൊണ്ട് മനോഹരമായിരിക്കുമെന്നും രമ്യമായിരിക്കുമെന്നും പറയേണ്ടതുണ്ട്. പിതു പൂർവജേഭ്യോപി തേജോപികത്വം, തന്റെ പിതാമഹാദികളെക്കാൾ തേജസ് വളരെയധികം ഉള്ളവനായി തീരാനുള്ള ലക്ഷണമുണ്ടെന്നർത്ഥം. അതായത് അച്ഛനേക്കാളും മുത്തച്ഛന്മാരെക്കാളും ജ്യേഷ്ഠന്മാരെക്കാളും എല്ലാം തേജസ് അധികമായി ഉണ്ടാകുന്ന വ്യക്തിയായിരിക്കുമെന്നർത്ഥം. തേജസ്സിന്റെ വർധനവിനോടൊപ്പം തന്നെ പ്രതാപവും ആളുകളെല്ലാം ബഹുമാനിക്കുന്നതായ അവസ്ഥയും ഈ വ്യക്തിക്കുണ്ടാകുമെന്ന് നമുക്ക് പറയാം. അഥവാ ഒരു കുലത്തിൽ വളരെ ശ്രേഷ്ഠനായി അറിയപ്പെടാനുള്ള യോഗം ഉള്ള വ്യക്തിയുമായിരിക്കും. ന തുഷ്ടോ ഭവേൽ ശർമ്മണാ പുത്രഗാനാം, പുത്രന്മാരുടെ ശർമ്മം കൊണ്ട് ന തുഷ്ടോ ഭവേത്, തുഷ്ടനായി ഭവിക്കുന്നില്ല. അതായത് പുത്രന്മാരുടെ സുഖം കൊണ്ട്
സന്തോഷമുണ്ടാകില്ല എന്നർത്ഥം. അതായത് 10ാം ഭാവത്തിൽ വ്യാഴമുള്ളതായ പല വ്യക്തികളെയും പരിശോധിച്ചാൽ അവർക്ക് സന്താനങ്ങൾക്ക് ഗുണമെല്ലാം ഉണ്ടെങ്കിലും സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് പല സമയങ്ങളിലും അസ്വസ്ഥതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അനവധി ജാതകങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ 10ാം ഭാവത്തിലെ വ്യാഴം കൊണ്ട് ഒരു സന്താന ദുഃഖം പോലെ എവിടെയോ വന്നുപെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നർത്ഥം. ന തുഷ്ടോ ഭവേൽ ശർമ്മണ പുത്രഗാനം. പുത്രന്മാരില് അവരുടെ സുഖത്തെക്കുറിച്ച് ആലോചിച്ച് സന്തുഷ്ടി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അവർക്ക് സുഖം കുറയാനുള്ളതായ അവസ്ഥ വന്നേക്കുമെന്നും ഇവിടെ ഊഹിക്കേണ്ടതുണ്ട്. ഈ പ്രമാണത്തിൽ ദോഷമായ ഭാഗം പറയപ്പെട്ടത് ഇവിടെയാണ്. മറ്റുള്ള എല്ലാ പാദങ്ങളും ഗുണവിഷയത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ 3ാമത്തെ വരി മാത്രം ന തുഷ്ടോഭവേൽ ശർമ്മണ പുത്രഗാനാം. 10ാമത്തെ രാശിയിൽ വ്യാഴം വന്നാൽ സന്താനങ്ങളിൽ നിന്ന് തുഷ്ടി ഉണ്ടാവുകയില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നീട് പറയുകയാണ് പചേൽ പ്രസ്ത്യഹം പ്രസ്ഥസാമുദ്രമന്നം. പചേൽ പ്രത്യഹം, അതായത് ദിവസം തോറും പ്രസ്ഥസാമുദ്രമായ അന്നത്തെ ഭജിക്കേണ്ടതായി വരും. പ്രസ്ഥസാമുദ്രമായ അന്നം, അതായത് ഒരു പ്രസ്ഥം എന്ന് പറഞ്ഞ് ഞാൻ പറയാണ്, ഒരു പറ ഉപ്പുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് ധാരാളം ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ളതായ യോഗം ഉണ്ടാവുന്നതാണ്. ഒരിടങ്ങഴി ഉപ്പ് ഇടങ്ങഴിയാണ് പ്രസ്ഥം എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ പ്രസ്ഥം എന്ന് പറഞ്ഞാൽ പറയാണ്. ഒരു പറ ഉപ്പ് കൊണ്ട് എത്ര ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാം. അപ്പം വളരെയധികം ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും 10ൽ വ്യാഴം നിൽക്കുമ്പോൾ ജനിച്ച വ്യക്തി എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏതായാലും ആ ശ്ലോകത്തിന്റെ സംക്ഷേപിച്ചതായ ഒരർത്ഥത്തെ കൂടി പറയാം. ഗുരൗ കർമ്മകേ മന്ദിരം ചിത്രശാലം പിതു പൂർവജേഭ്യോപി തേജോപി ഗത്വം ന തുഷ്ടോ ഭവേൽ ശർമ്മണാ പുത്രഗാനാം പതേൽ പ്രത്യഹം പ്രസ്ഥസാമുദ്രമന്നം. വ്യാഴം 10ാം ഭാവത്തിങ്കൽ നിൽക്കുമ്പോൾ ജനിച്ചവന്റെ ഗൃഹത്തിങ്കൽ നാനാപ്രകാരത്തിലുള്ള ശാലകളുണ്ടായിരിക്കുകയും വളരെ മനോഹരമായ ഗൃഹനിർമ്മാണം നടത്തുകയും ചെയ്യും. അച്ഛനേക്കാളും ജ്യേഷ്ഠന്മാരെക്കാളും അധികം തേജസ്വിയായി ഭരിക്കും. പുത്രന്മാരുടെ സുഖം കൊണ്ട് സന്തോഷിക്കാനിടയില്ല. എന്നാൽ പുത്രന്മാർ സുഖത്തോടുകൂടിയിരിക്കുന്നതിനെ സഹിക്കാത്തതിന് വിധം പുത്രവിദ്വേഷമുള്ളവനായി തീരും എന്ന് ഒരു അർത്ഥം പറയാവുന്നതാണ്. ദിവസം തോറും ഒരിടങ്ങഴി ഉപ്പോടുകൂടിയ അന്നത്തെ വയ്ക്കും. എന്നാൽ ഒരിടങ്ങഴി ഉപ്പ് എത്ര ചോറിലേക്ക് ചേർക്കുവാനുണ്ടാകുമോ അത്ര ചോറ് ഒരു ദിവസം അവൻ കൊടുക്കുമെന്ന് താല്പര്യം. അപ്പോൾ ഇതാണ് 10ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ അനുഭവിക്കേണ്ടതായ ഫലവിഷയം. എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 11ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ള ഫലവിഷയത്തെ പ്രതിപാദിക്കാം. ഇപ്പോൾ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.